ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ആത്മകഥം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ഇങ്ങനെന്താ ഈ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പണ്ടൊക്കെ എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല എന്ന് പറയുന്ന മനുഷ്യനാ. എപ്പോഴും ഞാൻ അടുത്തു വേണം, ആരോ വേറെ സെറ്റായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഫോൺ കൂടെ കൊണ്ട് നടക്കില്ലല്ലോ. എന്നാൽ ഹസ്ബൻഡിന്റെ അവസ്ഥയോ? ഷെയർ മാർക്കറ്റിന്റെ ഹൈറ്റ്സ് ആൻഡ് ഫ്ലോസ് നോക്കിയിരുന്നു കൊണ്ട് നെടുവീർപ്പിടുന്ന മനുഷ്യൻ. പണ്ടൊക്കെ ബസ്സിൽ കയറിയാൽ ഒരേ സീറ്റിൽ തൊട്ടുരുമിയിരുന്ന് യാത്ര ചെയ്യാനായിരുന്നു അങ്ങേർക്ക് ഇഷ്ടം. ഇപ്പോ തൊട്ടടുത്തിട്ടുള്ള സീറ്റിൽ പോലും ഇരിക്കില്ല. ആ ബസ്സിൽ കയറുന്ന പെണ്ണുങ്ങളെ വായി നോക്കാനായിരിക്കും. എന്നാൽ ഹസ്ബൻഡിന്റെ പക്ഷം ഇതാണ്. പുതുമോടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പക്വതയെത്തി എന്ന തിരിച്ചറിയലാണ് പുള്ളിക്കാരനെ പുറകിലത്തെ സീറ്റിലേക്ക് എത്തിച്ചത്. മുമ്പൊക്കെ അങ്ങാതിരുന്ന് എനിക്ക് ഡ്രസ് എല്ലാം സെലക്ട് ചെയ്ത് തരുന്നത്. ഇപ്പോ വന്നാലും കടയുടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കും. എന്നിട്ട് ഷോപ്പിംഗ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്നൊരു ഡയലോഗ്. അങ്ങർക്ക് അത്രയും നേരം കൂടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാലോ. എനിക്ക് പ്രായമൊക്കെയായി, സൗന്ദര്യവും പോയി. ഇനി എങ്ങനെ ആയാലെന്താ, ചുറ്റും സുന്ദരിമാരല്ലേ. അപ്പോ അങ്ങേര് ഇതൊക്കെ തന്നെ പറയും. ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഭീമമായ ബില്ലിനെ കുറിച്ചും അടുത്ത മാസത്തെ വീട്ടു ചെലവിനെ കുറിച്ചും കണക്കുകൂട്ടലുകൾ നടത്തുകയാണ് പാവം നമ്മളുടെ ഹസ്ബൻഡ്. ഈയിടെയായി ഇങ്ങേറിപ്പോ എപ്പോ നോക്കിയാലും റൊമാൻറ്റിക് സോങ്സ് മാത്രമേ മൂളുന്നുള്ളൂ. ഈയിടയ്ക്ക് ഏതോ ഒരു ന്യൂ ലേഡി കോളിംഗ് വന്നെന്ന് പറഞ്ഞു. അതുകൊണ്ടാവാം എപ്പോ നോക്കിയാലും ഒരു പാട്ടും കളിയും ഒക്കെ. ഇന്നലെ സന്ധ്യ പറഞ്ഞതേ ഉള്ളൂ അവളുടെ പരിചയത്തിലുള്ള ഒരാൾ പുതിയ കൊളീഗുമായി അടുപ്പത്തിലായ കഥ. എൻ്റെ ഈശ്വര, ഇനി ഇതും അതുപോലെ എന്തെങ്കിലും ആയിരിക്കുമോ? ഉള്ളിൽ കിടക്കുന്ന സ്ട്രെസ്സിനെ പുറത്തെടുക്കാൻ പാട്ടും കവിതയുമായി നടക്കുകയാണ് പാവം ഭർത്താവ്. ഇങ്ങനെയൊക്കെയാണ് നാം ഓരോരുത്തരും. നമുക്ക് ചുറ്റുമുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാതെ ഊഹാപോഹങ്ങളുടെ പേരിൽ തെറ്റിദ്ധാരണകൾ വളർത്തി സ്വയം നീറിപ്പുകഞ്ഞ് ചുറ്റിലും വെറുപ്പും വിദ്വേഷവും വളർത്തി ജീവിക്കുന്നതിൽ എന്താ ഒരു സന്തോഷമുള്ളത്? നിങ്ങളുടെ കാഴ്ചകൾ കൂടുതൽ വ്യക്തമാക്കുന്ന ലെൻസുകൾ നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് വളരെ വേഗം കഴിയും. Feel free to reach us at any time from anywhere.